നമസ്കാരം. റിയർ മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സമകാലിക കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞത് സംഭവം എന്തായിരിക്കും? ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റും ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളിലേക്ക് കടന്നു വരാം. തലശ്ശേരിയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാറിൽ ചാരി നിന്നു എന്ന കുറ്റത്തിന് ഒരു പിഞ്ച് നാടോടി ബാലനെ ബിരുദ വിദ്യാർത്ഥി ചവിട്ടിത്തെറിപ്പിച്ച് കളയും. മലപ്പുറത്ത് പട്ടിക്ക് തീറ്റ കൊടുക്കാൻ താമസിച്ചു എന്ന കുറ്റത്തിന് സഹോദര സ്ഥാനത്തുള്ള ഒരു ചെറുപ്പക്കാരനെ ബെൽറ്റ് കൊണ്ടടിച്ച് കഠിനമർദ്ദനത്തിലൂടെ കൊലപ്പെടുത്തി കളഞ്ഞ വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിലാണ്. സ്വാർത്ഥ താല്പര്യത്തിനും ധനമോഹത്തിനും വശംവദരായി നിഷ്ഠൂരമായി 2 സാധു സ്ത്രീകളെ കൊന്ന നരബലിയുടെ വാർത്തകളും പത്തനംതിട്ടയുടെ ഭാഗത്ത് നിന്ന് ഇക്കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കേട്ടു. ആത്മാർത്ഥ പ്രണയത്തിൽ കൊടും വിഷം കലർത്തി പ്രണയെ കൊന്നുകളയുന്ന കൗമാരക്കാരിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ വാർത്തകൾ നമ്മൾ വായിക്കും. കാട്ടുമൃഗങ്ങളെ, കരടിയും കടുവയും കാട്ടുപന്നിയെയും പേടിച്ച് വീടിന് പുറത്തോ കൃഷിസ്ഥലത്തോ ഇറങ്ങാൻ പറ്റാതെ നിസ്സഹായനായി വീട്ടിനുള്ളിൽ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരുന്ന കുടിയേറ്റ കർഷകൻ്റെ വാർത്തയും, വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടി ജീവൻ വെടിയുകയോ അപകടകരമായി പരിക്കേൽക്കുകയോ ചെയ്യേണ്ടി വരുന്ന പാവപ്പെട്ട കർഷകൻ്റെ വാർത്തയും ഓരോ ദിവസവും നമ്മുടെ കാതുകളിലുണ്ട്. മനുഷ്യജീവനാണ് നമ്മുടെ ഈ കാലത്ത് ഏറ്റവും വിലയില്ലാത്തതായിട്ട് ഇന്ന് മാറിയിട്ടുള്ളത്. മറ്റെല്ലാത്തിനും ഓരോ ദിവസവും വില വർദ്ധിക്കുന്ന ഈ ലോകത്ത് അനുദിനം വിലയില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യജീവനാണ് എന്നുള്ളത് നമ്മളെ സങ്കടപ്പെടുത്തേണ്ട, ആകുലപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. മനുഷ്യജീവന്റെ വിലയെ, മഹത്വത്തെ ഏറ്റവും അധികം നശിപ്പിച്ചു കളഞ്ഞ ഒരു അവിശ്വസനീയമായ വാർത്തയിലേക്കാണ് റിയർ മിറർ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസം 5-ാം തീയതി മാതൃഭൂമി ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അധികരിച്ചാണ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺകുമാറിൻ്റെ വിധി ന്യായത്തിൽ കേട്ടാൽ പരിഷ്കൃത സമൂഹത്തിന് വിശ്വസിക്കാൻ, അംഗീകരിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഉഭയസമ്മത പ്രകാരം സഹപാഠിയുമായി ലൈംഗിക പ്രവൃത്തിയിലൂടെ ഒരു 23-കാരി MBA വിദ്യാർത്ഥിനി ഗർഭിണിയാവുകയും സഹപാഠി പിന്നീട് വിദേശത്തേക്ക് പഠനത്തിനോ ജോലി സംബന്ധവുമായി മാറിയപ്പോൾ ഈ ഗർഭം, ഉദരത്തിലുള്ള ജീവൻ തനിക്കൊരു ബാധ്യതയാണെന്ന് തോന്നുകയും ചെയ്ത ഈ പെൺകുട്ടി പല ആശുപത്രികളിലും ഗർഭഛിദ്രത്തിനായി ചെല്ലുന്നു. എന്നാൽ 26 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ 6.5 മാസം വളർച്ചയുള്ള ഒരു മനുഷ്യജീവനെ നശിപ്പിക്കാൻ നിലവിൽ 2021 MTP ആക്ട് പ്രകാരം ഒരു ആശുപത്രികൾക്കും സംവിധാനങ്ങൾക്കും സാധ്യമല്ലാത്തതിനാലും അത് കുറ്റകരമായതിനാലും ഈ പെൺകുട്ടിയുടെ ആവശ്യത്തെ എല്ലാ ആശുപത്രികളും നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഉദരത്തിലുള്ള 6.5 മാസം പ്രായമുള്ള ജീവനെ നശിപ്പിക്കാൻ ഗർഭഛിദ്രം നടത്താനുള്ള അനുവാദം തേടി കേരള ഹൈക്കോടതിയെ ഈ പെൺകുട്ടി സമീപിക്കുന്നു. ഹൈക്കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ആദ്യം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അപകടവശങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവരെ നിയോഗിക്കുകയും ചെയ്തു. ഈ മെഡിക്കൽ ബോർഡ് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുന്നത് ഇത് പെൺകുട്ടിയുടെ ജീവന് ഹാനികരമല്ലെങ്കിലും 6.5 മാസം പ്രായമുള്ള തൻ്റെ തന്നെ ജീവന്റെ ഭാഗമായി മാറിയ മറ്റൊരു പൂർണ്ണ മനുഷ്യ വ്യക്തിയെ ഇങ്ങനെ നിഷ്ഠൂരമായി നശിപ്പിക്കുന്നത്, ഗർഭഛിദ്രം നടത്തുന്നത് ഈ പെൺകുട്ടിക്ക് പിന്നീട് ഗുരുതരമായ മാനസികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ ഈ ഗർഭഛിദ്രം അനുവദിക്കാൻ പാടില്ല എന്നുള്ള ശുപാർശയാണ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്. എന്നാൽ തനിക്ക് ഈ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പെൺകുട്ടിയുടെ വാദത്തിനൊപ്പം സ്ത്രീയുടെ തിരഞ്ഞെടുപ്പുകൾക്കൊപ്പം നിന്ന ബഹുമാനപ്പെട്ട കോടതി 6.5 മാസം പ്രായമുള്ള ഈ ഗർഭസ്ഥ ശിശുവിനെ സ്ത്രീയുടെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനും അത് ജീവനോടെ അവശേഷിക്കുന്നെങ്കിൽ വേണ്ട ചികിത്സ കൊടുക്കാനുമുള്ള അവിശ്വസനീയമായ പരിഷ്കൃത സമൂഹത്തിന് മനുഷ്യജീവന്റെ മഹത്വത്തെ ഇത്രമേൽ നശിപ്പിച്ചു കളയുന്ന ഒരു വിധിന്യായമാണ് പുറപ്പെടുവിക്കുന്നത്. സ്ത്രീക്ക് അവളുടെ ശരീരത്തിൽ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു ഗർഭസ്ഥ ശിശു അവളുടെ ശരീരത്തിലെ കയ്യോ കാലോ പോലെയുള്ള ഒരു അവയവമല്ല, അതൊരു പൂർണ്ണ മനുഷ്യ വ്യക്തിയാണ്. ജീവനും ആത്മാവുമുള്ള വ്യക്തിത്വമുള്ള ഒരു പൂർണ്ണ മനുഷ്യ വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവില്ലാതെ സ്ത്രീയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അവളുടെ മാത്രം ഇഷ്ടത്തിന് വേണ്ടി
വെറുതെ നഖം മുറിച്ച് കളയുന്ന ലാഘവത്തോടെ മുറിച്ച് ദൂരക്കളയേണ്ട ഒരു വിലയില്ലാത്തതായിട്ട് മനുഷ്യജീവനെ ഈ പരിഷ്കൃത സമൂഹത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന് പറയുന്ന സകല വിധിന്യായങ്ങളും ജനാധിപത്യ സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആരംഭമാണ് നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. വർത്തമാനകാലത്ത് സിനിമകൾ നമ്മുടെ തലമുറയെ, ചെറുപ്പക്കാരെ അപകടകരമായിട്ട് കൂടി സ്വാധീനിക്കുന്നുണ്ട്. ദൃശ്യം സിനിമയുടെ മോഡലിലെ കൊലപാതക പരമ്പരകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിയുന്നതാണ്, മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ജീവന് നേരെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളുടെ അടക്കം ഇത്ര പ്രതിലോമകരമായ നിലപാടുകൾക്ക് പിറകിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ സാറാസ് പോലെയുള്ള കുപ്രസിദ്ധമായ കുടില പ്രമേയമുള്ള സിനിമകളുടെ സ്ഥാനം ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കൗമാര ചാബല്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയും വിഷയമായിട്ട് ഉദരത്തിലെ മനുഷ്യജീവനെ മാറ്റുന്നു എന്ന് പറയുന്ന ഭീകരമായ തിന്മ അനേക യുവജനങ്ങളുടെ ഉള്ളിലേക്ക് പ്രസരിപ്പിക്കുന്നതിൽ, അവരിൽ അതിനുള്ള പ്രേരണ കൊടുക്കുന്നതിൽ ഇങ്ങനെയുള്ള കുടില ബുദ്ധിയുള്ള സംവിധായകരും പ്രശസ്തിയും സമ്പത്തും മാത്രം ലക്ഷ്യമുള്ള നടീനടന്മാരിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന സിനിമകളും കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്ത്രീയുടെ ജീവിതത്തിന് ഗർഭസ്ഥ ശിശു തടസ്സമായി മാറുന്നു. അവൾക്ക് നിസ്സാരമായി തിരഞ്ഞെടുക്കാവുന്ന ഏതു വസ്ത്രം ധരിക്കണം, ഏതു ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് ഉറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് പോലെ ലളിതമായി എപ്പോൾ മുറിച്ചു മാറ്റണമെന്ന് തീരുമാനിക്കാവുന്നത്ര നിസ്സാരമായ ഒന്നാണ് ഉദരത്തിലെ കുഞ്ഞെന്ന് ചിന്തിക്കാൻ ഈ തലമുറയെ പ്രേരിപ്പിക്കുന്ന ഇത്തരം പൈശാചികമായ ആശയങ്ങളുള്ള സിനിമകളാണ് ഈ കാലത്തെ കോടതികളെ പോലും സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. പകരം വയ്ക്കാനില്ലാത്ത മനുഷ്യജീവന്റെ മഹത്വത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ലാതെ ജീവനെ അതിൻ്റെ ദൗർബല്യ ദശകളിൽ, അത് ബാല്യത്തിലും വാർദ്ധക്യത്തിലും സംരക്ഷിക്കാത്ത സംസ്കാരം എങ്ങനെയാണ് ഒരു സംസ്കാരമായിട്ട് മുന്നോട്ട് പോകുകയും നിലനിൽക്കുകയും ചെയ്യാൻ പോകുന്നത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ജീവന്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിൽ ലോകത്തോട് ഇങ്ങനെ പറയുന്നത്. മനുഷ്യജീവൻ അതിൻ്റെ ഏറ്റവും ആരംഭത്തിൽ തന്നെ അതൊരു പൂർണ്ണ മനുഷ്യ വ്യക്തിയാണ്. അത് അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിയായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അതിനൊരു മനുഷ്യ വ്യക്തിയായി തുടരാനാവില്ല. ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഗർഭസ്ഥ ശിശു ഒരു പൂർണ്ണ മനുഷ്യ വ്യക്തിയായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യണം. വിശുദ്ധ ബൈബിൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ എത്ര സുന്ദരമായിട്ടാണ് ആവിഷ്കരിക്കുന്നത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞു എന്ന ദൈവവചനം ഉദരത്തിൽ ഉരുവാകുന്ന ജീവന്റെ ദൈവസന്നിധിയിലെ മഹത്വത്തെയും വിലയെയും കുറിച്ചുള്ള സുന്ദരമായ ആവിഷ്കാരമാണ്. നമ്മുടെ ഈ കാലം മനുഷ്യജീവനെ മാത്രം ഇങ്ങനെ വിലകെട്ടതാക്കി തെരുവ് നായ്ക്കും വന്യമൃഗങ്ങൾക്കും ക്ഷുദ്രജീവികൾക്കുമുള്ള അവകാശം പോലും ജീവിക്കാനില്ലാത്തതായിട്ട് മനുഷ്യജീവനെ ഗണിക്കുന്ന ഈ കാലം സംസ്കാരങ്ങളുടെ ഏറ്റവും മോശമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ജീവനെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളും നിയമനിർമ്മാണ സഭകളും ജനാധിപത്യ സംവിധാനങ്ങളും മരണത്തിന്റെ കറുത്ത പതാക ഏന്തുന്നവരായിട്ട് മാറുന്നത് എത്ര സങ്കടകരമായ, ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്, കാഴ്ചയാണ്. മനുഷ്യജീവനെ ആദരിക്കുന്ന, ജീവന്റെ മഹത്വം തിരിച്ചറിയുന്ന, ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ തിരികെ എടുക്കേണ്ടതും. നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അലയടിക്കുന്നുണ്ട്. ജീവിക്കാൻ അവർക്ക് നമ്മളെപ്പോലെ അവകാശമുണ്ട്. ഒരു സ്ത്രീയുടെയും തിരഞ്ഞെടുപ്പിൻ്റെ, സ്വാർത്ഥപരമായ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയമല്ല അവളുടെ ഉദരത്തിലെ ജീവൻ എന്നുള്ള തിരിച്ചറിവ്. പരിഷ്കൃത സമൂഹം നിസ്സഹായാവസ്ഥയിൽ ജീവന്റെ സുരക്ഷിതത്തിന് കൊടുക്കേണ്ട ഉറപ്പിൻ്റെ ഭാഗം കൂടിയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ജീവന്റെ മഹത്വവും അതിൻ്റെ വിലയും തിരിച്ചറിഞ്ഞ് ജീവന്റെ സംസ്കാരത്തിൻ്റെ പതാകയേന്തുന്നവരാവാൻ, നമുക്ക് ചുറ്റും പരക്കുന്ന മരണത്തിൻ്റെ കറുത്ത കാലഘട്ടത്തെ ജീവന്റെ സംസ്കാരത്തിൻ്റെ പ്രചാരകരായിക്കൊണ്ട് മറികടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജനാധിപത്യ സംവിധാനങ്ങൾ മരണത്തിൻ്റെ പതാകയേന്തുന്നവരായി മാറുന്ന സമകാലിക പ്രവണതകൾക്ക് ഒരു അന്ത്യമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മനുഷ്യജീവൻ എന്ന പകരം വയ്ക്കാനില്ലാത്ത ഉന്നതമായ ഒരു മൂല്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് സംസ്കാരത്തിൻ്റെ പുരോഗതിയുടെ ലക്ഷണമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് റിയർ മിറർ
അവസാനിപ്പിക്കുന്നു.